ശ്വാസമടക്കി പിടിച്ച് നമ്മളൊക്കെ നോക്കിക്കണ്ട ആ ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ 9:30 പത്തനംതിട്ട അടൂരിൽ നിന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ നിന്നും അടൂർ വഴി ചവറയ്ക്ക് പുറപ്പെട്ട സ്വകാര്യ ബസ് അശ്വിൻ അതിന്റെ മുൻവശത്തേക്കാണ് 45-കാരൻ തന്റെ 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞുമായി ചാടി വീഴുന്നത്. ഡ്രൈവർ പത്തനാപുരം മാരൂർ സ്വദേശിയായ ഉണ്ണി കൃത്യസമയത്ത് ബ്രേക്ക് ഉപയോഗിച്ചു. അങ്ങനെ വലിയൊരു അത്യാഹിത ഘട്ടമാണ് ഒഴിവായത്. പുള്ളി വൺ സൈഡ് കയറും, പുള്ളിയുടെ സൈഡ് കയറി നടന്ന് മുന്നോട്ട് വരുന്നു. ഞാൻ ലോങ്ങിൽ നിന്ന് കണ്ടു, സാധാരണ യാത്രക്കാർ കുച്ചിനെ കൊണ്ട് വരുന്നോണ്ട് കണ്ടു. 2 സെക്കൻഡ് കഴിഞ്ഞാൽ പുള്ളി പെട്ടെന്ന് റോഡ് നടക്കോട്ട് വന്നപ്പോൾ ഞാനൊന്ന് സ്ലോ വണ്ടി ചെയ്തു. പിന്നെ ഈ ഡൗട്ട് തോന്നി എന്തോ ഇതുണ്ട്. പിന്നെ എടുത്ത് നേരെ മുന്നോട്ട് വരും. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ചവിട്ടി ചവിട്ടിയും കറക്റ്റ് വണ്ടിയുടെ വണ്ടി ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ എടുത്ത് മുന്നോട്ട് ചാടുമായിരുന്നു. വണ്ടി ചവിട്ടിയപ്പോൾ തന്നെ അപകടം ഉണ്ടായിട്ടില്ലെന്ന് ഉറപ്പിച്ചോ? കാരണം വണ്ടിയുടെ കയറിയിട്ടില്ല. വണ്ടി അവിടെ എവിടെയെങ്കിലും തട്ടിട്ടേ ഉള്ളൂ. വണ്ടി കയറുമ്പോൾ നമുക്കറിയാം വീല് കയറിയിട്ടുണ്ടെങ്കിൽ, വീല് കയറില്ല. അപ്പം ഇന്ന് ആൾക്കാരെല്ലാം ആളെ പിടിച്ച് മാറ്റി. ആളെ വന്നപ്പോൾ മനസ്സിലായി ഒന്നും പറ്റിയിട്ടില്ല, നാളെ ഒന്നും പറ്റിയിട്ടില്ലെന്ന് മനസ്സിലായി. വളരെ അഭിനന്ദനങ്ങൾ. എല്ലാവരും വലിയൊരു അപകടം നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരുമായിരുന്നു. എന്തായാലും ആ വണ്ടി കൃത്യസമയത്ത് ബ്രേക്ക് ഉപയോഗിക്കുന്നു, അവിടെ തന്നെ വാഹനം നിൽക്കുന്നു. തുടർന്ന് കുഞ്ഞുമായി തന്നെ സ്വയം 45-കാരൻ എഴുന്നേൽക്കുകയും പിന്നീട് ഓടിപ്പോകാൻ ശ്രമിക്കുകയും ചെയ്ത അയാളെ കണ്ടുനിന്ന ചില ആളുകൾ തടഞ്ഞു നിർത്തുകയും ചോദ്യം ചെയ്യുകയും പിന്നീട് അയാളെ അടൂർ പോലീസിന് കൈമാറുകയുമാണ് ഉണ്ടായത്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലാ അതിർത്തിയായ ആദിക്കാട്ടുകുളങ്ങര സ്വദേശിയാണ് 45-കാരൻ. ഭാര്യയ്ക്കും 4 വയസ്സുകാരനായ മകനുമൊപ്പമാണ് ഇന്ന് രാവിലെ അടൂർ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയത്. ഇതിനിടയിൽ ഭാര്യയെ കാണാതായി. അതിന്റെ വിഭ്രാന്തിയെ തുടർന്ന് ഇയാൾ ആത്മഹത്യക്ക് ശ്രമം നടത്തിയെന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ ഇയാൾക്കൊപ്പം എത്തിയ ഭാര്യ അവിടെ തന്നെ ചികിത്സയ്ക്കായി ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 100 ആയുസ്സ കുഞ്ഞിനൊന്നുകൂടെ വരട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.